നമസ്കാരം. IPLന്റെ 18ാം സീസൺ പോരാട്ടങ്ങൾ പകുതിയോടടുക്കുകയാണ്. ടോപ്പ് 4-ൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ടീമുകൾ ആരൊക്കെയാവുമെന്ന് നിർണ്ണയിക്കുക ഇനിയുള്ള മത്സരങ്ങളിലായിരിക്കും. നിലവിൽ ടോപ്പ് 4-ലുള്ള ടീമുകൾ പ്ലേ ഓഫിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. ചില ടീമുകൾ ഗംഭീര തിരിച്ചുവരവിലൂടെ ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നുറപ്പാണ്. ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞ IPL മത്സരങ്ങൾ എടുത്താൽ ചില വമ്പൻ താരങ്ങൾ മോശം പ്രകടനത്തിലൂടെ നിരാശപ്പെടുത്തുന്നതായി കാണാനാകും. ലോകോത്തര ബാറ്റർമാരും ബൗളർമാരും എല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരങ്ങളെ അടുത്ത IPLലും ഫ്രാഞ്ചൈസികൾ നിലനിർത്താനുള്ള സാധ്യത തീരെ കുറവാണെന്ന് പറയണം. IPLലെ 10 ഫ്രാഞ്ചൈസികളിലായി പ്രധാനമായും 8 താരങ്ങൾക്കായിരിക്കും സീസൺ കഴിഞ്ഞാൽ ടീമിലെ സ്ഥാനം നഷ്ടമാവുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ മുൻ ക്യാപ്റ്റനും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിൻ, സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമി എന്നിവരെല്ലാം ഒഴിവാക്കപ്പെടാനിടയുള്ള കളിക്കാരുടെ കൂട്ടത്തിലുണ്ട്. വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ മെഗാലയത്തിൽ തന്റെ ആദ്യ ഫ്രാഞ്ചൈസിയും ഹോം ടീമുമായ CSKയിലേക്ക് മടങ്ങിവന്ന താരമാണ് അശ്വിന്. ചെന്നൈയുടെ സ്പിൻ ബൗളിംഗിലെ നെടും തൂണായി അദ്ദേഹം മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും അതുണ്ടായില്ല. ഒടുവിൽ ലക്നോ സൂപ്പർ ജയൻസിനെതിരായ അവസാന മത്സരത്തിൽ അശ്വിനെ CSK ക്യാപ്റ്റൻ MS ധോണി പുറത്താക്കുകയും ചെയ്തു. CSKയ്ക്ക് വേണ്ടി 6 മത്സരങ്ങളിൽ കളിച്ച അശ്വിന് 9.90 എന്ന മോശം ഇക്കണോമി റേറ്റിൽ വീഴ്ത്താനായത് 5 വിക്കറ്റാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും മികവും നോക്കുമ്പോൾ ഈ പ്രകടനം ശരാശരിക്കും താഴെയാണ്. അതുകൊണ്ട് തന്നെ അശ്വിനെ സീസണിന് ശേഷം കൈവിടാനുള്ള സാധ്യതയും കൂടുതലാണ്. മുംബൈ ഇന്ത്യൻസിനൊപ്പം ഫ്ലോപ്പ് ഷോ തുടരുന്ന രോഹിത്തിനെയും അടുത്ത സീസണിൽ അവരുടെ ലൈനപ്പിൽ കാണാനിടയില്ല. പരിക്കു കാരണം ഒരു മത്സരം നഷ്ടമായ ഹിറ്റ്മാൻ 5 കളിയിലാണ് ബാറ്റ് ചെയ്തത്. ഇവയിൽ നിന്നും 11.20 എന്ന ദയനീയ ശരാശരിയിൽ സ്കോർ ചെയ്യാനായത് വെറും 56 റൺസ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ 18 റൺസുമാണ്. ബാറ്റിംഗിൽ തീർത്തും ഫോം ഔട്ടായാണ് രോഹിത് ഇപ്പോൾ കാണപ്പെടുന്നത്. നിലവിൽ ടീമിന് വലിയ സാധ്യതയുള്ളതുമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. സീസൺ കഴിഞ്ഞാൽ രോഹിത്തിനെ മുംബൈ കൈവിടാൻ തന്നെയാണ് സാധ്യതയും. സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം ഈ സീസണിൽ ചേർന്ന ശേഷം ഷമി തികഞ്ഞ പരാജയമായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസിൽ നടത്തിയതുപോലെ ഒരു പ്രകടനം ഇവിടെ ആവർത്തിക്കാൻ അദ്ദേഹത്തിന് ഇനിയുമായിട്ടില്ല. SRHന് വേണ്ടി 6 മത്സരങ്ങളിൽ പന്തെറിഞ്ഞ ഷമിക്ക് 11.09 എന്ന മോശം ശരാശരിയിൽ വീഴ്ത്താനായത് 5 വിക്കറ്റുകൾ മാത്രമാണ്. സീസൺ കഴിഞ്ഞാൽ ഷമിയെ ഓറഞ്ച് ആർമി നിലനിർത്താനിടയില്ല. പഞ്ചാബ് കിങ്സിനൊപ്പമുള്ള ഓസ്ട്രേലിയയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെല്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓപ്പണറും സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പറുമായ ക്വിൻസൺ ഡിക്കോക്ക്, ഡൽഹി ക്യാപിറ്റൽസ് ഓപ്പണറും മുൻ സൗത്ത് ആഫ്രിക്കൻ സ്റ്റാർ ബാറ്ററുമായ ഫാഫ് ഡുപ്ലെസി, ഗുജറാത്ത് ടൈറ്റൻസിന്റെ വൈറ്ററൽ ഇന്ത്യൻ പേസർ ഇഷാന്ത് ശർമ്മ എന്നിവരെയും സീസൺ കഴിഞ്ഞാൽ ടീമുകൾ കൈവിട്ടേക്കും. പഞ്ചാബിനൊപ്പം നിരാശാജനകമായ പ്രകടനമാണ് മാക്സ്വെല് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ഇന്നിംഗ്സുകളിൽ നിന്നും 8.20 എന്ന പരിതാപകരമായ ശരാശരിയിൽ വെറും 41 റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ. ഡിക്കോക്കിന്റെ കാര്യമെടുത്താൽ KKRന് 7 കളിയിൽ 23.83 ശരാശരിയിൽ സ്കോർ ചെയ്തത് 143 റൺസാണ്. ഈ 50 മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ. ഡൽഹിക്കൊപ്പം ഡുപ്ലെസിയുടെ പ്രകടനവും മോശമാണെന്ന് തന്നെ പറയാം. 3 മത്സരങ്ങളിലാണ് അദ്ദേഹത്തിന് ഇതിനകം കളിക്കാനായത്. ഇവയിൽ നിന്നും നേടാനായത് 81 റൺസുമാണ്. സീസൺ കഴിഞ്ഞാൽ അദ്ദേഹത്തെ DC കൈവിട്ടേക്കും.